SIR-നെ കുറിച്ചുള്ള വലിയ സംസാരങ്ങൾ നടക്കുമ്പോൾ ഈ കേൾവിക്കാരിൽ നല്ലൊരു ശതമാനത്തിന്റെ മനസ്സിലേക്കും കടന്നു വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണല്ലോ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ 65 ലക്ഷം മനുഷ്യന്മാരെ SIR-ന്റെ പേരിൽ, തീവ്ര പരിചരണത്തിന്റെ പേരിൽ അവിടെ നിന്ന്, അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ആദ്യഘട്ടത്തിൽ നമുക്കിവിടെ പറയുന്നത് പോലെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വരും. ആ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങൾക്കൊരു ഫോം തരും. ആ ഫോം തരുന്ന സമയത്ത് നിങ്ങളത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബേജാറാവാനില്ല, ഒരു ആശങ്കയുടെയും അടിസ്ഥാനമില്ല. നിങ്ങൾ ആ ഫോം മാത്രം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 2002-ലെ വോട്ടർ പട്ടികയിൽ ഇടമില്ലാത്ത ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ്? 2002-ലെ വോട്ടർ പട്ടികയിലെ തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അഡ്രസ്സ് അല്ലെങ്കിൽ ആ ഇലക്ഷൻ റോളിലുള്ള നമ്പർ അതിനകത്ത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതോടുകൂടി അവർക്കും ആശങ്കയില്ല. എന്നാൽ 2025-ലും വോട്ടർ പട്ടികയിൽ പേരില്ല, 2002-ലും വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാള്, അയാൾ ജനിക്കുന്നത് 1987 ജൂലൈ 7-ന് മുൻപാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതാണ്ട് 40 വയസ്സ് പ്രായമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സാരമല്ല. നിങ്ങൾ കേൾക്കുന്നത് പോലെ BLOമാരോ BLEമാരോ വന്ന് പറയുന്നത് പോലെ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെയല്ല, ആശങ്കപ്പെടാൻ എമ്പാടുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് ഗൗരവതരമായി എടുക്കേണ്ട ചർച്ചയാണ്. ഇത് നാളെ എന്നെയും നിങ്ങളെയും ഈ മണ്ണിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ, നീക്കം ചെയ്യാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ വേറെ ഒരു പേരാണ് SIR. ബീഹാർ പോലെയുള്ളൊരു സംസ്ഥാനത്ത് BJPക്ക് 65 ലക്ഷം ആളുകളെ നീക്കം ചെയ്താൽ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം എത്രയാണ്? ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 45 അസംബ്ലി മണ്ഡലത്തിൽ BJP ജയിച്ചു കയറിയത് വളരെ ചെറിയ ഒരു വോട്ടിനാണ്. 1000-ൽ താഴെ വോട്ടിനാണ് BJP സ്ഥാനാർത്ഥികൾ 45ഓളം അസംബ്ലി മണ്ഡലത്തിൽ ബീഹാറിൽ ജയിച്ചു കയറിയത്. അപ്പൊ 45ഓളം അസംബ്ലി മണ്ഡലത്തിൽ 1000 വോട്ടിന്റെ വ്യത്യാസത്തിൽ നിൽക്കുമ്പോൾ ആ 1000 വോട്ടിൽ ഉള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു 25,000-30,000 ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ എത്ര എളുപ്പമാണ്. അങ്ങനെ നീക്കം ചെയ്താൽ അത് ആ അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എത്ര വലുതാണ്. ഇത് ചെറിയ ചിന്തയിൽ നിന്നുണ്ടായതല്ല, ഇത് വലിയ ചിന്തയിൽ നിന്ന് നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് വെച്ച് അവര് ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവരുടെ മൂശയിലിട്ട് വാർത്തെടുത്തതാണ് ഈ പറയുന്ന പുതിയ തീവ്ര പരിഷ്കരണം എന്ന് പറയുന്നത്.